അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമ്മളുടെ ഈ ആരാധന സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അല്പസമയത്തെ പഠനത്തിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ തയ്യാറാക്കാം. നിങ്ങൾ പള്ളിയിലെ ഗായക സംഘങ്ങളാണ്. എന്തിനാണ് ഗായക സംഘം എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഗായക സംഘം നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ഇന്ന് പലപ്പോഴും ഗായക സംഘം അവരുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയാതെയാണ് ശുശ്രൂഷയെ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊയറുകാർ പറയുന്ന വാക്ക് തന്നെ ഞങ്ങളൊരു പ്രോഗ്രാമിന് പോവുകയാണെന്നാണ്. ശരിക്കും പ്രോഗ്രാമിനാണോ നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോകുന്നത്? ദൈവികമായ എന്ത് കാര്യം ചെയ്താലും നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് പ്രോഗ്രാം എന്നല്ല, പിന്നെ എന്തായിരിക്കണം? ആരാധനയ്ക്കാണ് പോകുന്നത്, പക്ഷെ നമ്മൾ എന്തിനാണ് പോകുന്നത്? ശുശ്രൂഷയ്ക്കാണ് പോകുന്നത്. ഗായക സംഘം ശുശ്രൂഷയാണ്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യുക എന്നാണ് അർത്ഥം. ശുശ്രൂഷക്കാർ ഒരിടത്തും അവരാണ് നേതാവെന്ന് കാണിക്കാറില്ല. ഉണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ നമ്മളുടെ ആരാധനയിൽ ചില സംഗീത ആവിഷ്കാരത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം പലയിടത്തും വന്നിട്ടുള്ളതുകൊണ്ട് ഒട്ടുമുക്കാല് പള്ളിയിലും പുരോഹിതന്മാരും കൊയർ അംഗങ്ങളും തമ്മിൽ സ്വരച്ചേർച്ചയിലാണ്. ഗായക സംഘം എന്ന് പറയുന്നത് തന്നെ സ്വരച്ചേർച്ചയിലല്ല, സ്വരച്ചേർച്ച ഇല്ലായ്മയിലാണ്. ഗായക സംഘം എന്ന് പറയുന്നത് തന്നെ സ്വരച്ചേർച്ചയ്ക്ക് വേണ്ടിയാണ്. പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ രാഗം, ഭാവം, അദ്ദേഹത്തിൻ്റെ പിച്ചിങ് സ്കെയിൽ മുതലായവ മനസ്സിലാക്കി അവസരത്തിൽ അതിനനുസരിച്ച് പ്രതിവാക്യങ്ങളും മറ്റ് ഗീതങ്ങളുമൊക്കെ എല്ലാ കോൺഗ്രിഗേഷനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുന്നവരാണ് നിങ്ങൾ. അതിനെ എങ്ങനെയെല്ലാം വികലമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ചൊന്ന് അല്പം സമയം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ ആരാധനാ സംഗീതം അതിനെ തന്നെ നമുക്ക് അടിസ്ഥാനമായിട്ടെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ ആരാധനാ ഗീതങ്ങളും അവയുടെ അർത്ഥങ്ങളും അത് പാടേണ്ട രീതികളും പുരോഹിതനുമായിട്ട് ചേർന്ന് ജനങ്ങളുമായിട്ട് ചേർന്ന് ഇവരെ രണ്ടുപേരെയും കോർത്തിണക്കിക്കൊണ്ട് പോകുന്ന ഉത്തരവാദിത്തം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നും ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇത് ആരാധനയ്ക്ക് ഒരു പ്രത്യേക സ്കെയിലിംഗ് ഉണ്ട്, അത് മനസ്സിലാക്കണം. അതെല്ലാം നമുക്കൊന്ന് പരിശോധിച്ചറിയാം. തൽക്കാലം തൊണ്ടയൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അവനെ സി മേജർ ഇട്ട് ആദ്യം നമുക്ക് സരിഗമ പദനിസ എന്ന് പാടി നോക്കാം. അപ്പം ഇതിൽ സാപ്പാസ പഠിച്ചാൽ മതിയേ. നമുക്ക് സാധാരണ സംഗീതം പഠിക്കുന്ന കുട്ടികൾക്കറിയാം, തുടങ്ങുന്ന ഒരു രാഗമുണ്ട്. എന്തുവാ അതിൻ്റെ പേരെന്നറിയാമോ? രാഗമൊന്നും ഇപ്പം പഠിപ്പിക്കുന്നില്ല, എന്നാലും ഇതിനു വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൊയറുകാർ അല്പം രാഗഭാവങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് മേജർ സ്കെയിൽ, മൈനർ സ്കെയിൽ, ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ അതിനു മുമ്പ് ഒന്ന് പാടി നോക്കാം. സാ പാ സാ പാടണം. നിങ്ങൾ ഈ സ്കെയിലിൽ സാ ഒന്ന് പാടിത്തരാമോ? ഞാൻ പാടത്തില്ല. നിങ്ങൾക്ക് ശ്രുതിയുടെ സെൻസ് ഉണ്ടോ എന്ന് ഒന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനൊരു ശ്രുതി നിങ്ങളുടെ മുമ്പാകെ കിട്ടുന്നു. ഇതാണ് ശ്രുതി. നിങ്ങൾ കേട്ടില്ലേ? ശ്രുതി ഇടാൻ പറയുക എന്ന് പറയുന്നിട്ടില്ലേ? ഇതാണ് ശ്രുതി. ഈ ശ്രുതിയിൽ നിങ്ങൾ സാ പാടുമ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാന ട്യൂണിങ് ലെവൽ, അല്ലെങ്കിൽ ശ്രുതിയുടെ സ്വരം. അപ്പോൾ ഈ പിച്ചിൽ എല്ലാവരും കൂടെ ചേർന്ന് സാ എന്നുള്ളത് പറയുകയല്ല, പാടണം. പാടാമോ? റെഡി? 1 2 3 4. ശബ്ദം പോരാ, കറക്റ്റാണ്, പാടിക്കോ. ഇങ്ങനെയല്ല പാണ്ടേ. ഇനിയും പറഞ്ഞുതരാം. സിബിയാച്ചനൊക്കെ ഇവിടെ ഉണ്ട്. സിബിയാച്ചനൊക്കെ സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്, എന്നെക്കാളും നല്ലതായിട്ട് സംഗീതം അറിയാവുന്ന ആളാണ്. ഇങ്ങനെ പാടരുത് ഒരിക്കലും. സാ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ തൊണ്ടയിൽ നിന്ന് ഈ ശബ്ദം വെളി വരണം. എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ കൂടെ അല്ല അത് വരുന്നത്, ഇതിലേ കൂടെ വരുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അതായത് നിങ്ങളുടെ വാ നന്നായിട്ട് തുറന്നിരിക്കണം. ഇങ്ങനെ പാടരുത്. എങ്ങനെ?
ഞാൻ പാടിത്തരാം. അങ്ങനെ പാടരുത്. സാ, എൻ്റെ വായിരിക്കുന്ന കണ്ടോ? സാ, അങ്ങനെ പാടരുത്. സാ, ഈ വാ തുറന്ന് സാ, തുറക്ക് നല്ലതായിട്ട് തുറക്ക്. സാ, ചേട്ടാ തുറങ്ങ, കണ്ടോ ശബ്ദം കയറുന്ന കണ്ടോ? ഇനിയും തുറക്ക്. സാ, എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറേ ഈ കമ്പെടുത്ത് വായി വയ്ക്കാൻ പറയുമായിരുന്നു. അതായത് മുതല തുറക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കണം. അതുനേരം നിങ്ങളുടെ മുഖത്തിൻ്റെ ഭംഗിയൊന്നും തൽക്കാലം നോക്കരുത്. അങ്ങനെ പ്രോഗ്രാമിൽ നിന്ന് പാടണമെന്നല്ല അതിൻ്റെ അർത്ഥം. ട്രെയിനിങ് സമയത്ത് അങ്ങനെയൊക്കെയാണ്. അതൊന്നും പറഞ്ഞു നിൽക്കാൻ ഇവിടെ സമയമില്ല. എന്നാലും പാടിക്കോ, കുറച്ച് പാടുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. നിങ്ങളുടെ വോക്കൽ ട്രെയിനിങ് അല്ല. പാടിക്കോ. സാ സാ വെരി ഗുഡ്. ഇനി ഇതിൻ്റെ പാ പിടിക്കാൻ അറിയാമോ? പാ നല്ല ഞാൻ പാടാൻ മതി. പാ സ്ട്രെയിറ്റ് നോട്ടെ പിടിക്കണം. പാ സസ്റ്റെയിൻ ചെയ്തേ. ബ്രത്ത് വേണം കേട്ടോ. നിങ്ങൾ അല്പം ശ്വാസം എടുത്തിട്ട് മേലത്തെ സാ പാടിയേ. 1 2 3 4. വോയിസ് വോളിയം അല്ലോ തെന്നിയൊക്കെ പോകുന്നു. നിങ്ങൾ പാടുന്നതേ സാ, ഇങ്ങനൊക്കെ നിൽക്കുക. കണ്ടോ എന്തോരം കയറി ഇറങ്ങിപ്പോയെന്ന്? അങ്ങനൊന്നും വരല്ലേ. സാ, അതേന്ന് മാറരുത്. ഒന്ന് പാടി നോക്കിയേ, ശ്രമിച്ചു നോക്കി. 1 2 3 4. പാവാടിയെ പാവാടിയെ പാ. പാതറക്ക് നീ താഴത്തെ പാവാടിയെ പാ. ആ ശബ്ദം വരട്ടെ. ആ തൊണ്ടയ്ക്കൂടെ അല്ല അത് വൈബ്രേറ്റ് ചെയ്യിക്കേണ്ടത്, അത് അകത്തുനിന്ന് വരണം. അത് വാ തുറന്നാലേ അത് വരത്തുള്ളൂ. അതിന് താഴെയാ. പാടുവോ? ഇല്ല, ഇരിക്കും. നമുക്ക് സമയം കളയാനില്ല. ഇതല്ല നമ്മുടെ വിഷയം. അപ്പോൾ നിങ്ങൾ വിവിധ കൊയറുകൾ ഇവിടെ ഉണ്ട്. നിങ്ങളൊരു കൊയർ പാടാൻ വരുമ്പോൾ ആദ്യം നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ശുശ്രൂഷക്കാരൻ ചേർന്നിരിക്കേണ്ട ഒരു ക്ലാസ്സാണിത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ നിൽപ്പ്, നിങ്ങളുടെ നോട്ടം. പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ കൊയർ മെമ്പേഴ്സ് നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ വസ്ത്രധാരണ രീതി ഒരു ആരാധനയ്ക്ക് യോജിച്ചതായിരിക്കണം. അത്രയും ഞാൻ പറയുന്നുള്ളൂ. വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വരണമെന്നൊക്കെയാണ് അതിൻ്റെ രീതിയെങ്കിലും ആരാധനയ്ക്ക് യോജിച്ചതായിരിക്കണം. നിങ്ങളെ കാണുമ്പോൾ ഇറങ്ങിപ്പോകാൻ തോന്നരുത്. അങ്ങനെ വേണം ആരാധനയ്ക്ക് വന്ന് നിൽക്കാൻ. രണ്ടാമത്തെ കാര്യം, ഞാൻ കൊയറിലെ ഒരംഗമാണ്, ഞങ്ങളാണ് കൊയർ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. ഞാനല്ല കൊയർ, ഞങ്ങളാണ് കൊയർ. എല്ലാവരുടെയും ആഗ്രഹം, എൻ്റെയും ആഗ്രഹം, എൻ്റെ ശബ്ദം മുന്തി കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹത്തെ ചെറുതായിട്ടൊന്ന് മുറിച്ചിടേണ്ടി വരും. ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മളൊന്ന് ഡെലിബറേറ്റ്ലി ബോധതലത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ കൊയറിലെ പകുതി വിഷയങ്ങൾ നിൽക്കും. ഈ രണ്ടാമത് പറഞ്ഞ പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ചില പാട്ടുകൾക്ക് ലീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ശുശ്രൂഷക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അതായത് നമ്മുടെ പള്ളികളിലുള്ള ഒരു പ്രധാന പ്രശ്നം, ഒരാൾ മൈക്ക് സ്വന്തമാക്കും, പിന്നെ അയാളുടെ കുത്തകയാണ് ഈ സാധനം. എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല, അനുസരിക്കത്തുമില്ല. ഇപ്പം അതുകൊണ്ടിപ്പം വൈദികർ ഇവരോടൊന്നും പറയാൻ പോകില്ല. എന്തെങ്കിലും ആയിപ്പോട്ടെ, ആൾ പള്ളി വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ ആൾ ഉണ്ടാക്കുന്ന ആരാധനയ്ക്കുള്ള അരോചകത്വം എത്ര പേരെയാണ് ബാധിക്കുന്നത് എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല.
നമ്മൾ പാടുന്നതും വായിക്കുന്നതുമായ കാര്യം ഈ സ്പീക്കറിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ തന്നെ ഒന്ന് കേട്ടു നോക്കണം. അതൊരു വോളിയത്തിൻ്റെ ലെവലിന് മേളിലായി കഴിഞ്ഞാൽ അത് വലിയ അരോചകമാണ്. അച്ഛന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തർക്കും വോളിയം ഔട്ട്പുട്ട് ലെവൽ വേറെ. ഇപ്പം ഞാൻ തന്നെ സൗണ്ട് സിസ്റ്റക്കാരനോട് പറഞ്ഞു, എനിക്ക് അല്പം വോളിയം ലെവൽ കൂടുതൽ വേണം, കാരണം എൻ്റെ വോയിസ് ലെവൽ ഫീബിളാണ്. എന്നാൽ നല്ല ത്രോ ഉള്ള അച്ഛന്മാരുണ്ട്. എനിക്ക് സി ബി എച്ചിൻ്റെയൊക്കെ വോയിസും അച്ഛന്മാരുടെയൊക്കെ വോയിസ് അച്ഛന്മാരുടെ കേട്ടിട്ടില്ല ഞാൻ. കുറച്ചും കൂടെ ത്രോ കാണും. അങ്ങനെയുള്ളവരുടെ വോയിസ് ലെവലും എൻ്റെ വോയിസ് ലെവലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വയ്ക്കുന്ന വോളിയം ലെവൽ വ്യത്യാസമായിരിക്കണം. അല്ലാതെ പല പള്ളികളിലും കാണുന്ന ഒരു രീതിയുണ്ട്. അത് പക്ഷേ പള്ളിയിൽ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നതാണ്. വലിയ ഇതുപോലത്തെ മിക്സറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് പൂട്ടി വയ്ക്കും. മിക്സ് ചെയ്യുന്ന എന്തിനാണ്? ഓരോരുത്തരുടെ സൗണ്ടിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാനാണ് മിക്സിങ് യൂണിറ്റ് വാങ്ങിക്കുന്നത് തന്നെ. പക്ഷേ പലയിടത്തും പൂട്ടി വെക്കേണ്ട ഗതികേട് വന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ തോന്നുന്നതെല്ലാം വന്ന് അതേ തിരിച്ചും പിരിച്ചും ഇരിക്കും. മാത്രമല്ല ആകെപ്പാടെ ആരാധന അലങ്കോലമാക്കും. എൻ്റെ വോളിയം മുന്തി നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവൻ വന്ന് അവൻ്റെ വോളിയം കുറച്ചും കൂടെ കൂട്ടി വയ്ക്കും. നമ്മൾ കൊയർ പാടുന്നത് ഒരു കോൺഗ്രിഗേഷണൽ സിംഗിങ് ആണ്. ആ സിംഗിങ്ങിന് മൊത്തമായിട്ടുള്ളൊരു കോൺഗ്രിഗേഷൻ ഫീലിംഗ് ആണ് വരേണ്ടത്. ഇനി തുടക്കം പാടുന്ന ആൾ, ഒരു ഉദാഹരണം ആദ്യം എപ്പോഴേ അങ്ങ് പറയാം. ഇപ്പോൾ വെളിവ് നിറഞ്ഞൊരു ഈശോ എന്നുള്ള പാട്ട് പാടുകയാണെന്ന് വിചാരിക്കുക. കൊയറാണ് അത് ആദ്യം ഇടുന്നത് എങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കത് ഒരുമിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഒരാൾ ഒരു വരി ലീഡ് ചെയ്യും, എന്നിട്ട് ബാക്കി പാടാം. പക്ഷേ ഈ ലീഡ് ചെയ്യുന്ന ആൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ ലീഡ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് അറിയാതെ അയാളുടെ ഉള്ളിൽ നിന്ന് ഈഗോ പൊന്തി വരും. എൻ്റെ വോയിസ് കൊള്ളാം, ഇത് മൊത്തം ഞാൻ ഇങ്ങനെ തന്നെ പാടി തകർക്കും എന്നൊരു തോന്നൽ അയാളുടെ ഉള്ളിൽ വന്നിട്ട് മൊത്തം ലൈനും കൊയർ പാടുന്നതിനേക്കാളിൽ ഉച്ചത്തിൽ ഇയാളുടെ വോളിയം നിൽക്കും. അത് മദ്വായിലും ഉണ്ട് ഈ പ്രശ്നം. ചില പള്ളികളിൽ നന്നായിട്ട് ആരാധിക്കുന്ന കോൺഗ്രിഗേഷൻ കാണും, കൊയറൊന്നുമില്ല, പക്ഷെ ഒരുത്തൻ കാണും, ഇവൻ ആ മൈക്ക് വെച്ചിട്ട് ഈ ആരാധിക്കുന്ന ജനത്തിൻ്റെ മണ്ടയ്ക്ക് കയറി ഉച്ചത്തിൽ ശ്രുതിയൊക്കെ തെറ്റിച്ചായിരിക്കും. ഇനി ശ്രുതി ചേർന്നാണ് പാടുന്നതെങ്കിൽ തന്നെയും ഈ കോൺഗ്രിഗേഷൻ വോയിസിൻ്റെ ലെവലിന് താഴെ നിൽക്കാവൂ. താഴെ എന്നല്ല, അതിനായിട്ട് മിങ്കിൾ ചെയ്തേ നിൽക്കാവൂ. കേൾക്കുന്നത് കോൺഗ്രിഗേഷണൽ സിംഗിങ് ആയിരിക്കണം. ഇത് പൗരസ്ത്യ ആരാധനയുടെ ഒരു സൗന്ദര്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിനെ നമ്മൾ തീർത്തും അലങ്കോലമാക്കി കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളും ഇതെങ്ങനെയാണ് പാടുന്നതെന്നും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ഒരാൾ പാടേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ പൗലോസ്ലീഹ മനശ്രുതി എന്നിട്ട് എഫ് ഇട്ടെ. ഇപ്പോൾ ലീഡ് ചെയ്ത് പാടുകയാണെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യേണ്ടത്? പൗലോസ്ലീഹ എന്ന് പാടുന്ന ലീഡ് ചെയ്യുന്ന ശുശ്രൂഷക്കാരനോ കൊയറംഗങ്ങളോ അതിൻ്റെ ഫസ്റ്റ് ലൈൻ മാത്രം മൈക്കിനോട് ചേർന്ന് പാടുക. പൗലോസ്ലീഹ ധന്യൻ ചൊൽക്കേട്ടേൻ ഈ ദേവം. അവൻ്റെ റോള് കഴിഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ അവൻ ഈ നിങ്ങളുടെ കൂടെ ഇത്രയും ചേർന്ന് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പാടരുത്. മൈക്ക് അകത്തേക്കണം. എല്ലാ വോയിസും ഒരുപോലെ ഈ മൈക്കിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. അപ്പം നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിച്ച് തുടങ്ങാം. ഇപ്പോൾ തുടങ്ങുന്നത് വെളിവെറിഞ്ഞൊരു ഈശോ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് നിങ്ങൾ രണ്ട് രീതിയിൽ എന്നെ പാടി കേൾപ്പിക്കണം. ഒന്ന് അതിൻ്റെ ഒരു മേജർ സ്കെയിലും ഒന്നൊരു മൈനർ സ്കെയിലും. അപ്പോൾ ഇത് പാടുമ്പോൾ ഈ കൊയറുകാർ നിങ്ങൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് അറിഞ്ഞ് പാടണം. അതുവല്ല അറിയാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ അർത്ഥം. ശരി, ചുമ്മാ ഒന്ന് ചോദിക്കുകയാണേ. ആരല്ലോ ഒരാൾ മൈക്കിൽ കൂടെ, നിങ്ങളുടെ അടുത്ത് മൈക്കിരിപ്പുണ്ടല്ലോ, മറുപടി പറയണം. സ്കെയിലിട്ടെ. വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ. ബാക്കി ഇനി
ഇനി വെളി പറഞ്ഞൊരു ഈശോ എന്ന് പാടി. വെളി നിർത്തിക്കേ. ഈ 2 വരിയുടെ അർത്ഥം പറയുന്നവർക്ക് ഒരു സമ്മാനമുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അതിൻ്റെ അർത്ഥം പറയാനല്ല, അതിൻ്റെ അർത്ഥം പറയാൻ എനിക്ക് 1 മണിക്കൂർ വേണ്ടി വരും. പോട്ടെ, ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ കാര്യം പാടുന്നതിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം, അതിനുവേണ്ടിയാണ്. അല്ലെങ്കിൽ ഇത് പെർഫോമൻസും പ്രോഗ്രാമുമായി പോകും. കർത്താവ് ശമരിയാസ്ത്രീയോട് പറഞ്ഞതെന്താ? ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, നിങ്ങളോ അറിയാത്തതിനെ ആരാധിക്കുന്നു. അപ്പോൾ അറിയുന്നതിനെയാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ ഇത് അറിയണം. അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യമൊക്കെ നമ്മളിലേക്ക് വരും. നമ്മളിത് അറിഞ്ഞ് ആരാധിച്ചാലുണ്ടല്ലോ, നമുക്കൊരു കണ്ണ് നിറയാതെ ഒരു ആരാധനയിൽ നിന്ന് മടങ്ങിപ്പോകാൻ സാധ്യമാവില്ല എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അറിഞ്ഞ് ആരാധിക്കണം. അല്ലാതെ എൻ്റെ സൗണ്ടും എൻ്റെ മിക്സിങ്ങും ഈ ഞങ്ങളുടെ കൊയർ ഇങ്ങനെ മുന്തി നിൽക്കണം എന്നുള്ള രീതിയിൽ ആരാധനയിൽ ജനത്തെയും പുരോഹിതന്മാരെയും ഒക്കെ അലോരസപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ ഇത് 2 രീതിയിൽ പാടണം. ഒന്ന്, ഒരു മേജർ സ്കെയിൽ ഇതിനുണ്ട്, ഒരു മൈനർ സ്കെയിലിനുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇത് മനസ്സിലായവരൊന്ന് കൈപൊക്കിയേ. ഞാൻ ഈ അവസാനം പറഞ്ഞ വാക്ക് മനസ്സിലായവർ മാത്രം ഒന്ന് കൈപൊക്കിയേ. ഒരു പാട്ടിന്, നമ്മുടെ എല്ലാ പാട്ടുകൾക്കും മേജർ സ്കെയിലുണ്ട്, മൈനർ സ്കെയിലുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സിലായവർ മാത്രം ഒന്ന് കൈപൊക്കിയേ. മനസ്സിലായവർ കണ്ടോ? ഇത്രയും പേരേ ഉള്ളൂ. വിഷമിക്കണ്ട, ഇതെല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾക്ക് ട്യൂൺ അറിയാമായിരിക്കും, ചിലർക്കിത് അറിയില്ല. കാരണം ഇത് അറിയണമെന്ന് നിയമമൊന്നുമില്ല കേട്ടോ. ഒരു വിശുദ്ധിയോടുകൂടി ആരാധന ചൊല്ലിയാൽ മതി, ദൈവം അതിലാണ് പ്രസാദിക്കുന്നത്. പക്ഷേ ഇത് അറിഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ട് എന്ന് നമുക്ക് തോന്നുമെന്നുള്ളതേ ഉള്ളൂ. സ്വർഗത്തിൽ ഇതൊന്നും വിഷയമല്ല, ആദ്യമേ പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ ഈ അഹങ്കാരം കാണിച്ചാൽ അത് വിഷയമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു പുരോഹിതൻ ഏത് ട്യൂണാണ് കംഫർട്ടബിൾ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പാട്ട് സെലക്ട് ചെയ്ത് കോൺഗ്രിഗേഷനെ കൊണ്ട് ആ പിച്ചിങ് ലെവൽ, ആരാധന മൊത്തവും ഒരു ബാലൻസ്ഡ് ലെവലിൽ നിർത്തേണ്ട ഉത്തരവാദിത്തമാർക്കാണ്? കൊയറിനാണ്. അപ്പോൾ പുരോഹിതനും ജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ആരാധനയെ നിയന്ത്രിച്ച് മനോഹരമാക്കുന്ന ഉത്തരവാദിത്തമാണ് കൊയറിന്. അല്ലാതെ കൊയർ മാത്രം നിന്ന് ആരാധിക്കുന്ന രീതി പൗരസ്ത്യ സഭയ്ക്ക് ഇല്ല, ഇല്ല. ഒരാൾ മാത്രം ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന പരിപാടി ലീഡ് ചെയ്യുന്ന സമയത്തല്ലാതെ പാട്ട് പാടുന്ന സമയത്ത് മുഴുവനായിട്ട് കോൺഗ്രിഗേഷൻ അത് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോൾ അങ്ങനെയൊരു രീതിയും മലങ്കര സഭയ്ക്കോ പൗരസ്ത്യ സഭയ്ക്കോ ഇല്ല. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ സമയത്ത് വേറെ ചിലരെന്ത് ചെയ്യുന്നറിയാമോ? അന്യോന്യം ശ്ലോമോ നൽകീൻ കർത്താവിൻ, വേറെ സ്കെയിലും മാറ്റി വേറെ രാഗവുമാക്കി. കുഴപ്പമൊന്നുമില്ല, പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗി അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ ആരാധന മുഴുവൻ ഒരു ലെവലിങ്ങിൽ എങ്ങനെ പാടുവാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊന്ന് പഠിക്കാം. നിർത്തിയേ. ഇവിടാണ് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ഒരു കാര്യം ഞങ്ങൾ നിങ്ങളെ പറഞ്ഞു തരാൻ പോവാം. ഇപ്പം നിങ്ങൾക്ക് സൽക്രിയകൾക്ക് മനഃശുദ്ധി എന്നുള്ള ഭാഗം എടുക്കാൻ നിങ്ങൾ സ്ട്രെയിൻ ചെയ്യുന്നു, കൂളായിട്ട് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ പാട്ടിനെ പറ്റിയുള്ള ധാരണ കീബോർഡ് വായിക്കുന്ന ആൾക്കുണ്ടായിരിക്കണം. എൻ്റെ കൊയറിൽ ഈ പാട്ട് ഈ സ്കെയിലിൽ പാടിയാൽ അവർ കുർബാന കഴിയുമ്പോഴത്തേന് ശ്വാസം മുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്കെയില് നമ്മൾ ഒരു പിടി താക്കണം. ഇപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞോളാം, മനസ്സിലാകേണ്ടിയവർ മനസ്സിലാക്കുള്ളൂ. ഇപ്പോൾ എഫിലല്ലേ വായിച്ചത്, ഈലങ്ങ് ആക്കണം, 1/2 നോട്ട് താക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് പാടും. കേട്ടെ. വെളിവിൻ താട്ടിൽ വസിക്കും പരിശുദ്ധ
സംഗതി മരണേ ഞങ്ങളുടെ രണ്ടിൻ്റെ വോയിസ് കയറിയപ്പോഴുള്ള വൃത്തികേടല്ലാതെ കോൺഗ്രിഗേഷൻ സിംഗിങ് കേൾക്കുമ്പോൾ എന്ത് രസം കേൾക്കാൻ. ഇതുപോലത്തെ വൃത്തികേടാണ് മധുവായിൽ നിന്നും കൊയറുകാരുമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ നല്ല ഭംഗിയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി പാടുക. പിന്നെ വേറെ ചിലർക്ക് ചില സൂക്കേടുകളുണ്ട്. ഇത് ഓർക്കുമ്പോൾ അങ്ങ് പറയുന്ന കേട്ടോ, അല്ലെ പിന്നെ മറന്നു പോകും. ചിലർക്കൊരു സൂക്കേടുണ്ട്, എപ്പം മൈക്ക് ഓൺ ചെയ്യണം ഓഫ് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു വരി പാടിക്കൊണ്ടിരിക്കുക, മോനെ ഇട്ടെ ഞാൻ പാടിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഞാൻ ആദ്യം ഇടുവാണേ. ഇവനൊരു ബോധവും ഇല്ല മൈക്കിനെ പറ്റി. അപ്പം ഇത് ഓഫാണ് കേട്ടോ. ഈ പരിപാടി കേട്ടിട്ടില്ലേ? നിങ്ങളെല്ലാ പള്ളിയിലും കേട്ടിട്ടില്ലേ? എന്താണ് ബോധമില്ലാത്ത? ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് മൈക്ക് സെറ്റാണോ, അത് ഓണാണോ? അല്ലെങ്കിൽ ഇനി ഓൺ അല്ലെങ്കിൽ തന്നെ ഇത് ചേർന്ന് നിന്നിങ്ങനെ വാവിട്ട് അലറുമ്പോൾ ഇത് ആരാധനയ്ക്ക് അരോചകമാണെന്ന് എന്തേ ബുദ്ധിയുള്ള ഗലാത്യരെ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകുന്നത്? മനസ്സിലായോ? വേദോസം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. ഗലാത്യർ 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അന്നേരം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം. ഇതിനേറ്റവും പ്രശ്നം വരുന്ന ഒരു പാട്ടുണ്ട്, അത് അന്നേരം ഞാൻ പറയാം. അൻപുടയോനെ ഏത് ട്യൂണാണെന്നറിയാമോ? ഡി മൈനർ ഇട്ടേ. അൻപുടയോനെ നിൻവാനിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് പാടാൻ പറ്റിയെന്നറിയാമോ? ഞാനിട്ട സ്കെയില് ഡി എന്ന് പറയുന്ന ഒരു വളരെ താഴ്ന്ന സ്കെയിലാണ്. പക്ഷെ അച്ഛൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്കെയിൽ ഏതാണെന്നറിയാമോ? എഫ് ഇട്ടവനെ. വലിയവന് നമ്മുടെ ഇഷ്ടാവാകുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബുദ്ധിയുള്ള ആ ഗലാത്യൻ എന്ന് പറയുന്ന കീബോർഡിസ്റ്റ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഉടനെ ആ സ്കെയിലിൽ ഈ പാട്ടിടും. അൻപുടയോനെ. ആദ്യത്തെ രണ്ടുപേരെയൊക്കെ നല്ല അടി മനോഹരമായിട്ട് അങ്ങോട്ട് ചൊല്ലും, പാടിക്കോ. അൻപുടയോനെ നിൻവാനിൽ. മതി 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 മതി. ഇത് പള്ളികളിൽ സംഭവിക്കാറുള്ളൊരു അപകടമാണ്. പിന്നെ കീബോർഡ് വായിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നമ്മുടെ ആരാധനയിൽ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കുക, കീബോർഡിസ്റ്റുകളെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല. ഞാനും ഓർക്കസ്ട്ര ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ നമ്മുടെ ആരാധനയിൽ ഇങ്ങനൊരു ഇൻസ്ട്രുമെൻറ്റേഷണൽ കോൺസെപ്റ്റ് ഇല്ല. അത് നിങ്ങൾക്കറിയാമോ? പിന്നെ എന്താണ് ശ്രുതി തീരുമാനിക്കുന്നത്? വോയിസ് ഹമ്മിങ് ആണ്. അതിന് ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലും ഒക്കെ വോയിസ് ആണ് കീബോർഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അവർ കോഡ് ഇടുന്നത് 3 ഗ്രൂപ്പായിട്ട് നിന്നിട്ട് സായും കായും പായും പാടും. അപ്പോൾ ഒരു കോഡ് വീഴും. എന്നിട്ട് പാട്ടിൻ്റെ അനുസരിച്ച് അവർ ആ വോയിസ് ഹമ്മിങ് മാറ്റും. അപ്പോൾ ഒരാൾ വന്ന് ഇൻസ്ട്രുമെൻ്റ് വായിക്കേണ്ട കാര്യമില്ല. അത്രയൊന്നും ട്രെയിനിങ് നമുക്കില്ല. അവർക്ക് അത് പ്രത്യേകം ട്രെയിൻഡാണ്. അങ്ങനെയുള്ളിടത്തൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു രീതിയിലുള്ള താളം ഇടാതിരിക്കുന്നതാണ് ഭംഗി. പിന്നെ ഇടുവാണെങ്കിൽ അത് വളരെ മൈൽഡായിട്ട് ആ ആരാധനാഗീതത്തിന് ചേരുന്ന ഭംഗിയുള്ള രീതിയിൽ മാത്രമല്ലാതെ ഒരു ബീറ്റ് എന്ന് പറയുന്ന സാധനം വീഴരുത്. പറ്റുമെങ്കിൽ ബേസ് വല്ലതും കൊടുത്താൽ മതി, അതിൽ തന്നെ താളം നിൽക്കും. ആ താളത്തിൽ പാടാനുള്ള കഴിവ് നിങ്ങൾ ആർജിച്ചെടുക്കണം. ഓക്കെ, ഞാനതുകൊണ്ട് ഞാൻ ആ സെഷൻ വിടുകയാണ്. ഇനിയും ഇതുപോലെ തന്നെ പൗലോസ്ലീഹയുടെ ട്യൂണിങ് പോകും. ഈ മൈനർ സ്കെയിലിൽ അങ്ങ് പോകും. പൗലോസ്ലീഹ എന്ന് പാടി അത് തുടങ്ങാൻ പഠിക്കണം. ഒരു കീബോർഡിൻ്റെ ഒരു നോട്ട് കേട്ട് കഴിഞ്ഞാൽ എവിടെയാണ് തുടങ്ങുന്നതെന്നൊരു ബോധ്യം എങ്ങനെയാണ് വരുന്നത്? എന്നിട്ട് കൊടുത്തവനെ ആ നോട്ട് ആ പോയിന്റ് വീഴണം. അത് മനസ്സിലായോ? അതിനനുസരിച്ച് അദ്ദേഹം ഇട്ട് തരികയും വേണം. നിങ്ങളുടെ കൂടെ ആരാ വായിക്കുന്നതെന്ന് വെച്ചാൽ
അയാൾ ആ രീതിയിൽ, അതായത് കൊയറിലുള്ള എല്ലാവർക്കും ഒന്നും സംഗീതം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, പാടാനേ അറിയത്തുള്ളൂ. അപ്പോൾ അവർക്ക് പാടാനുള്ള ഒരു വ്യഗ്രത, ഇന്നടത്ത് എനിക്ക് തുടങ്ങണം എന്നുള്ള ഒരു വ്യഗ്രത ഇട്ട് കൊടുക്കേണ്ടത് ആരാണ്? കീബോർഡിസ്റ്റാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇട്ട് കൊടുത്തേ. ചൊൽ കേട്ടേൻ ഈ ദേവം. കേട്ടോ, ഇങ്ങനെ കേട്ടെന്ന അതാ പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞു പാടുക. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേൻ ഈ ദേവം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ തലേന്ന് സന്ധ്യയ്ക്കൊക്കെ ഒന്ന് കൂടുവോ, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് കൂടുവോ, എപ്പോഴും 1 മണിക്കൂറൊന്ന്, അതെല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. ഞങ്ങളിതെല്ലാം ഉസ്താദുക്കളാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. എനിക്കറിയാം ചില പള്ളികളിലൊക്കെ എത്ര ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് പറഞ്ഞാലും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അവർ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. എനിക്ക്